ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്ന രാജ്യമാണ് അമേരിക്ക. അവിടെ ഒരു സ്ഥിരതാമസം അഥവാ ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നത് ഏതൊരു വിദേശിയുടെയും വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഗ്രീൻ കാർഡ് സ്വപ്നം കണ്ട് US-ൽ കഴിയുന്ന പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടി നൽകുന്ന നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് US ഭരണകൂടം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കുടിയേറ്റക്കാർക്ക് ഗ്രീൻ കാർഡ് നിഷേധിക്കാൻ സാധിക്കുന്ന വിവാദമായ പബ്ലിക് ചാർജ് നിയമം ഭരണകൂടം വീണ്ടും സജീവമാക്കിയിരിക്കുന്നു. എന്താണ് ഈ പബ്ലിക് ചാർജ് നിയമം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുക? ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് എങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് പബ്ലിക് ചാർജ് നിയമം എന്ന് നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഫെഡറൽ രജിസ്റ്ററിൽ ഈ പുതിയ നിർദ്ദേശം ഔദ്യോഗികമായി ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഈ നിയമപ്രകാരം അമേരിക്കയിൽ ഗ്രീൻ കാർഡിനോ സ്ഥിരതാമസത്തിനോ അപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഭാവിയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ബാധ്യതയായി മാറുമോ എന്ന് സർക്കാർ പരിശോധിക്കും. അതായത് അവർ സ്വന്തമായി ജീവിക്കാൻ പ്രാപ്തരല്ലെന്നും ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും ബോധ്യപ്പെട്ടാൽ അവർക്ക് ഗ്രീൻ കാർഡ് നിഷേധിക്കാം. ഇതിനായി ഗവൺമെന്റ് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ അമേരിക്കയിൽ താമസിക്കുമ്പോൾ താഴെ പറയുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് അപേക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നാമത്തേത് ഫുഡ് സ്റ്റാമ്പുകളാണ്. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് ആഹാരം വാങ്ങാൻ നൽകുന്ന സഹായമാണിത്. അടുത്തത് മെഡിക്കെയ്ഡ് ആണ്. സർക്കാർ നൽകുന്ന ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് ആണിത്. അടുത്തത് ഹൗസിംഗ് വൗച്ചറുകളാണ്. താമസ സൗകര്യത്തിനായി നൽകുന്ന സാമ്പത്തിക സഹായമാണിത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കയിൽ ജീവിക്കാൻ സ്വന്തമായി പണമില്ലാതെ സർക്കാരിന്റെ സബ്സിഡികളെ ആശ്രയിക്കുന്നവർക്ക് രാജ്യത്തിന് ഒരു പബ്ലിക് ചാർജ് അഥവാ ബാധ്യതയാണ് എന്നാണ് ഈ നിയമം അടിവരയിടുന്നത്. ഇത് ആരെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. അതിർത്തികളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിലും മാത്രമായിരുന്നില്ല അവരുടെ ശ്രദ്ധ. മറിച്ച് നിയമപരമായി അമേരിക്കയിലെത്തിയ ആളുകളെയും ഈ നിയമങ്ങൾ ബാധിക്കുന്നു എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് മിക്സഡ് സ്റ്റേറ്റസ് കുടുംബങ്ങളെ ഇത് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെ പറയാം. എന്താണ് ഈ മിക്സഡ് സ്റ്റേറ്റസ് കുടുംബങ്ങൾ? നമുക്കൊന്ന് നോക്കാം. മാതാപിതാക്കൾ വിദേശ പൗരന്മാരും എന്നാൽ അവരുടെ കുട്ടികൾ അമേരിക്കയിൽ ജനിച്ച് അവിടുത്തെ പൗരത്വം നേടിയവരുമായ കുടുംബങ്ങളെയാണ് മിക്സഡ് സ്റ്റേറ്റസ് കുടുംബങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അമേരിക്കൻ പൗരന്മാർ എന്ന നിലയിൽ സ്വാഭാവികമായും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകും. എന്നാൽ മാതാപിതാക്കൾ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാൽ അത് അവരുടെ ഗ്രീൻ കാർഡ് അപേക്ഷകളെ ബാധിക്കുമോ എന്ന വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പലരും ഉള്ളത്. മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളും ഈ നിയമത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പുതിയ നിയമത്തിലൂടെ അമേരിക്കയിലെ വെളുത്തവർക്കും അതിസമ്പന്നർക്കും മാത്രം ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമാക്കി മാറ്റാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രമുഖ സംഘടനയായ നാഷണൽ ഇമിഗ്രേഷൻ ലോ സെന്റർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമം ദോഷകരമാണെന്ന് മാത്രമല്ല നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പബ്ലിക് ചാർജ് നിയമം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ട്രംപിന്റെ ആദ്യ ഭരണ കാലഘട്ടത്തിൽ തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. അന്ന് പല സംസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. തുടർന്ന് കൗണ്ടി കോടതികളും അപ്പീൽ കോടതികളും ഈ നിയമം തടഞ്ഞു വെക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് അമേരിക്കൻ സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ഈ നിയമവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകുകയുമായിരുന്നു. കോടതികളിൽ നിന്നുള്ള തടസ്സങ്ങൾ മാറിയതോടെയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ വ്യവസ്ഥകളോടെ ഈ നിയമം ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ഇനി മുതൽ കടുത്ത പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്ക എന്ന സ്വപ്ന നഗരത്തിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ വിദേശികൾക്ക് ഈ നിയമം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിപ്പോകുന്ന പലർക്കും തുടക്കകാലത്ത് ഗവൺമെന്റ് ആനുകൂല്യങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരം സഹായങ്ങൾ സ്വീകരിക്കുന്നത് സ്വന്തം ഗ്രീൻ കാർഡ് സ്വപ്നങ്ങളെ തകർക്കുമെന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത് കുടിയേറ്റക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഭീതിക്കും ആശയക്കുഴപ്പത്തിനും കാരണമായിട്ടുണ്ട്.
വരും ദിവസങ്ങളിൽ ഈ നിയമത്തിനെതിരെ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ നടക്കുമോ, അതോ പ്രവാസികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി മറ്റു വഴികൾ തേടുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്.